ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോൺ എടുക്കുന്ന EMI മുങ്ങിക്കിടക്കുന്ന ആൾക്കാരുള്ള സംസ്ഥാനം ഏതാണെന്ന് അറിയോ? സംശയമൊന്നും വേണ്ട, അത് നമ്മുടെ കൊച്ചു കേരളം തന്നെയാണ്. എനിക്കറിയാം ഈ ക്ലാസ് കാണുന്ന പലരും ഇപ്പോൾ ലോണുകൾ ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഇനി മുന്നിലേക്ക് എടുക്കാൻ പോകുന്നവരായിരിക്കും. പലരും പറയും ലോൺ എടുക്കുന്നവർ അവർക്ക് വേണ്ടിയല്ല, എന്നാൽ ബാങ്കിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന്. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഇത് സംഭവിക്കുന്നത് ലോണുകളെ പറ്റി ആൾക്കാർക്ക് വേണ്ടത്ര നോളജ് ഇല്ലാത്തത് കൊണ്ടാണ്. ഹായ്, ഞാൻ നിങ്ങളുടെ ആശാൻ ഷാരിഖ് ഷംസുദ്ദീൻ. പേഴ്സണൽ ഫൈനാൻസിനെ പറ്റി മുഴുവനായി പഠിക്കുന്ന ഈ സീരീസിലേക്ക്, ലോണിന്റെ ബേസിക്സ് എല്ലാം തന്നെ പഠിക്കുന്ന ഈ സീരീസിലെ 6ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും ഈ ലേണിംഗ് സീരീസിനെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും മുഴുവനായി കാണുക. നമുക്ക് പണത്തെ പേടിക്കാതെ ജീവിക്കാം. ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്ന എല്ലാ വിഷയങ്ങളും വിശദമായിട്ട് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ലോൺസ് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഞാൻ ലോൺസിനെ 2 ക്ലാസ് ആക്കി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ ആദ്യത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ലോണിനെ പറ്റിയുള്ള എല്ലാ ബേസിക് കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്യും. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോഴേക്കും ലോണിന്റെ ബേസിക്സിന് അറൗണ്ട് ഉള്ള എല്ലാ കാര്യങ്ങളെയും പറ്റി വ്യക്തമായ ഒരു ഐഡിയ നിങ്ങൾ കിട്ടുന്ന അവസ്ഥയിലേക്ക് എന്തായാലും എത്തിയിരിക്കും. അപ്പൊ എല്ലാവരും ക്ലാസ് മുഴുവനായി ശ്രദ്ധിച്ചും തന്നെ കാണുക. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ താഴെ കമന്റ് സെക്ഷനിൽ ചെന്നിട്ട് പ്രസന്റ് പറഞ്ഞത് കൊണ്ട് അറ്റൻഡൻസ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ക്ലാസിന്റെ പ്രസന്റേഷനും ഈ ക്ലാസ്സിൽ കാണിക്കുന്ന ടൂൾസും കിട്ടണമെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഫോം ഫില്ല് ചെയ്യുക. അങ്ങനെ എല്ലാ ഫോമും ഫില്ല് ചെയ്ത് എല്ലാ ക്ലാസ്സുകളും കണ്ട് നന്നായി പഠിക്കുന്നവർ മാത്രമാണ് ഗിവ് അവേക്ക് എലിജിബിൾ ആവുന്നത്. The name is Shariq Shamsuddin. Welcome to Personal Finance A to Z by Market Feed. എല്ലാവരെയും പണത്തെ പറ്റി പഠിപ്പിച്ച് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഈ ഒരു ലേണിംഗ് സീരീസ് ചെയ്യുന്നതും ഈ ചാനലിലെ ഒട്ടുമിക്ക എല്ലാ വീഡിയോകളും ചെയ്യുന്നതും. പക്ഷേ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള യാത്ര പഠനം കൊണ്ട് മാത്രം തീരുന്നില്ല. അതിലേക്ക് എത്താനുള്ള യാത്രയിൽ നിങ്ങൾക്ക് പല ഫൈനാൻഷ്യൽ പ്രോഡക്ട്സും സർവീസസും ആവശ്യമുണ്ടാകും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് എത്തിക്സോട് കൂടി മിസ്സെല്ലിംഗ് ഇല്ലാതെ മലയാളം കസ്റ്റമർ സർവീസോട് കൂടി തരാനായിട്ട് ഞാൻ റൺ ചെയ്യുന്ന എന്റെ കമ്പനിയാണ് മാർക്കറ്റ് ഫീഡ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിംഗ്, സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗ്, ആൽഗോ ട്രേഡിംഗ് എന്നുള്ള സർവീസുകൾ ഇന്ന് മാർക്കറ്റ് ഫീഡ് തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഓഫറിംഗ്സിനെയും ഞങ്ങൾ പാർട്ട്ണർ ചെയ്തിട്ടുള്ള കമ്പനികളുടെ സർവീസസിനെയും പറ്റി കൂടുതൽ മനസ്സിലാക്കാനും ജോയിൻ ചെയ്യാനുമായി താഴെയുള്ള ലിങ്ക് സന്ദർശിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ എന്താണ് ഒരു ലോൺ എന്നും പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുമാണ് നമ്മൾ ഏറ്റവും ശക്തമായിട്ട് പഠിക്കേണ്ടത്. വാട്ട് ആർ ലോൺസ് ആൻഡ് വാട്ട് ഈസ് ദെയർ ഇമ്പോർട്ടൻസ്? ഒരു വ്യക്തിയിൽ നിന്നോ ഒരു സ്ഥാപനത്തിൽ നിന്നോ ഒരു തുക നമ്മൾ എടുക്കുകയും അതിന് പലിശയും ചേർത്ത് നിശ്ചിത അടവുകളായി തിരിച്ചടക്കുകയും ചെയ്യുന്നതിനെയാണ് വായ്പ അല്ലെങ്കിൽ ലോൺ എന്ന് പറയുന്നത്. ഇത് ശരിക്കും എടുക്കുന്ന ആളും കൊടുക്കുന്ന സ്ഥാപനവും തമ്മിലുള്ള ഒരു കരാറാണ്. ലോൺ എന്താണെന്ന് ഇവിടെ പലർക്കും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം. ബൈക്ക് ലോൺ ആയിട്ടോ, എഡ്യൂക്കേഷൻ ലോൺ ആയിട്ടോ, കാർ ലോൺ ആയിട്ടോ, ഹോം ലോൺ ആയിട്ടോ, പേഴ്സണൽ ലോൺ ആയിട്ടോ, ഇവിടെ പലരും ഒരു ലോണെങ്കിലും എപ്പോഴെങ്കിലും ജീവിതത്തിൽ എടുത്തിട്ടുണ്ടായിരിക്കും. എന്നാലും ലോണിനെ പറ്റി കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കണമെങ്കിൽ ഒരു ലോണിന്റെ 4 വർക്കിംഗ് പാർട്സ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. പ്രിൻസിപ്പൽ, ഇൻട്രസ്റ്റ് റേറ്റ്, ടെന്യൂർ, EMI. ഇവിടെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് നമ്മൾ ബാങ്കിൽ നിന്ന് എടുക്കുന്ന വായ്പയുടെ മൂല്യമാണ്. മലയാളത്തിൽ മൂലധനം എന്ന് പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ 1 ലക്ഷം രൂപയാണ് നമ്മൾ ലോൺ എടുക്കുന്നത് എങ്കിൽ ഈ 1 ലക്ഷം രൂപയാണ് പ്രിൻസിപ്പൽ. പിന്നെ വരുന്നത് ഇൻട്രസ്റ്റ് റേറ്റ്. മറ്റൊരാളുടെ പൈസയാണല്ലോ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ അയാളുടെ ബെനിഫിറ്റിനായി പലിശ അങ്ങോട്ട് കൊടുക്കേണ്ടതുണ്ട്. ആ പലിശയുടെ ശതമാനം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഒരു ലോണിനെ ഡിഫൈൻ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യങ്ങളിൽ ഒന്ന്. മൂന്നാമത് ടെന്യൂർ, അതായത് കാലയളവ്. നമ്മൾ എത്ര നാളിൽ പൈസ തിരിച്ചടക്കണം എന്നുള്ളതാണ് ഈ ടെന്യൂർ പറയുന്നത്. അവസാനം EMI, ഈസി മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ്, അതായത് നമ്മുടെ ഓരോ മാസത്തെയും ലോണിന്റെ പുറത്ത് വരുന്ന തിരിച്ചടവ് തുകയാണ് EMI. ഇത് 4ഉം കൂട്ടി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ലോണുകളെ എപ്പോഴും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാകും. ഫുൾ ആയിട്ട് ഒരു പിക്ചർ കിട്ടാൻ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ലോണുകളും അതിലെ നമ്പേഴ്സും ഒന്ന് കണ്ടു നോക്കാം. ഇത് കണ്ടാൽ തീർച്ചയായിട്ടും ആർക്കും ലോൺ എന്താണെന്ന് മനസ്സിലാകും. ഇത് 50 ലക്ഷം രൂപയുടെ ഒരു 20 വർഷത്തേക്കുള്ള
ഹോം ലോണിന്റെ കണക്കാണിത്. ഇവിടെ പലിശ നിരക്ക് 9%. EMI വരുന്നത് 44,986 രൂപ. മൊത്തം ലോൺ അടച്ചു തീരുമ്പോൾ നമ്മൾ ബാങ്കിന് മുതലിന്റെ പുറത്ത് 58 ലക്ഷം രൂപ ടോട്ടൽ ഇൻട്രസ്റ്റ് ആയി പലിശയായി കൊടുക്കേണ്ടി വരുന്നുണ്ട്. മറ്റൊരു എക്സാമ്പിൾ നോക്കാനാണെങ്കിൽ ഈ കാണുന്നത് 10 ലക്ഷം രൂപയുടെ 5 വർഷം ടെന്യോർ ഉള്ള ഒരു കാർ ലോൺ ആണ്. 10% ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ഈ ഒരു ലോണിന് EMI വരുന്നത് 21,247 രൂപയാണ്. മൊത്തം ലോൺ അടച്ചു തീരുമ്പോൾ നമ്മൾ ബാങ്കിന് മുതലിന്റെ പുറത്ത് 2.25 ലക്ഷം രൂപ പലിശയായി കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ ലോണിനെ പറ്റി വ്യക്തമായ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് കിട്ടിയ സ്ഥിതിക്ക് പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റിലെ ഈ ലോണിന്റെ പർപ്പസ് എന്താണെന്നും ഇമ്പോർട്ടൻസ് എന്താണെന്നും പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ലോൺ എന്നുള്ള ഒരു സർവീസ് ലോകത്ത് നിലനിൽക്കുന്നത് തന്നെ ഒരു സിമ്പിൾ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ആയിട്ടാണ്. അതായത് ഇന്ന് പൈസക്ക് നമ്മൾക്ക് ആവശ്യമുണ്ട്, പക്ഷെ ഇന്ന് അത്രയും പൈസ നമ്മുടെ കയ്യിലില്ല. എന്നാൽ ഭാവിയിൽ അത് ഉണ്ടാക്കാമെന്ന് ഒരു പ്രതീക്ഷയും ഉറപ്പും നമുക്കുണ്ട്. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് ലോൺ. അതായത് ജീവിതത്തിലെ ഹയർ എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റൽ കേസസ്, വണ്ടി വാങ്ങൽ, വീട്, ബിസിനസ്, അങ്ങനെ പല ഓപ്പർച്യൂണിറ്റീസും അത്യാവശ്യങ്ങളും എല്ലാം ഒറ്റയടിക്ക് ഒരു വലിയ ചിലവായിട്ടാണ് വരിക. പക്ഷേ നമ്മുടെ വരുമാനം, നമ്മുടെ ഇൻകം പയ്യെ മാസാമാസമേ വരുള്ളൂ. ഇങ്ങനത്തെ വലിയ ഉടനെ നടത്തേണ്ട ചിലവുകൾക്ക് ആൾക്കാർ ലോൺ എടുക്കുന്നു. എന്നിട്ട് നാളത്തെ വരുമാനം കൊണ്ട് സുഖമായി തിരിച്ചടക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ജീവിതത്തിൽ ലോണിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനാണെങ്കിൽ ലോണിന് ശരിക്കും ലൈഫില് പോസിറ്റീവും നെഗറ്റീവും ഇമ്പാക്ട് ഉണ്ട്. ഇത് രണ്ടും മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് നല്ല കാര്യങ്ങൾ വെച്ച് തന്നെ തുടങ്ങാം. നല്ലപോലെ ഉപയോഗിച്ചാൽ ജീവിതത്തിൽ ശരിക്കും ലോണുകൾ കുറെ അധികം ഫ്ലെക്സിബിലിറ്റി തരും, പല അവസരങ്ങൾക്ക് വാതിലും തുറന്നു തരും. ഒരു ഉദാഹരണം എടുത്താൽ എന്തായാലും ഈ സംഭവം നിങ്ങൾക്ക് വിശദമായി മനസ്സിലാകും. അനു എന്നൊരു ചെറുപ്പക്കാരിയുടെ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. നാട്ടിൽ ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് നല്ലോണം പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ഒരു നല്ല കോളേജിൽ അനു കയറി. പക്ഷെ അനുവിന്റെ മാതാപിതാക്കൾക്ക് ആ കോളേജിന്റെ ഫീസ് താങ്ങാനായില്ല. ഒരു 5-6 കൊല്ലം കഴിഞ്ഞ് പൈസ ഉണ്ടാക്കിയിട്ട് അപ്പൊ പഠിച്ചാൽ മതി എന്ന് അവർ ചിന്തിച്ചിരുന്നെങ്കിലോ കോളേജും അഡ്മിഷനും ഒക്കെ അതിന്റെ വഴിക്ക് പോയേനെ, ശരിയല്ലേ? പക്ഷെ അനു ആ അവസരം കളഞ്ഞില്ല. ഒരു ബാങ്കിൽ ചെന്നിട്ട് ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തു. അങ്ങനെ കോളേജിൽ ചേർന്ന് പഠിച്ചു. അങ്ങനെ 4 വർഷം കഴിഞ്ഞ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി നല്ലൊരു ജോലിയും വാങ്ങി വരും വർഷങ്ങളിൽ അനു ആ ലോൺ തിരിച്ചടക്കുകയും ചെയ്തു. ഇവിടെ ലോൺ അനുവിന്റെ ജീവിതത്തെ മുന്നിലേക്ക് കൊണ്ടുപോയി, ശരിക്കും ഒരു നല്ല സപ്പോർട്ട് കൊടുത്തു, ജീവിതം ബെറ്റർ ആക്കി. കൃത്യസമയത്ത് അനുവിനെ സഹായിക്കാൻ ആ ലോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നല്ല രീതിയിൽ ലോൺ ഉപയോഗിച്ച് അനു ജീവിതം ബെറ്റർ ആക്കി. സൂപ്പർ കഥയല്ലേ? എനിക്ക് ഉറപ്പുണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ ലോൺ ഉപയോഗിച്ച് അത് തുറന്ന അവസരങ്ങൾ ഉപയോഗിച്ച് ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റിയെടുത്തിട്ടുള്ള കുറെ അധികം ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷെ നമുക്കറിയാം അനുവിന്റെ കഥയിൽ ഹീറോ ആയ ഈ ലോൺ തന്നെ പലരുടെയും കഥയിൽ വില്ലനായി വന്ന് അവരെ സീറോ ആക്കാറുണ്ട്. അത് മനസ്സിലാക്കാൻ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. അതായത് അനീഷ് എന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ നമുക്കൊന്ന് കേട്ടു നോക്കാം. ആദ്യത്തെ ജോലിയിൽ തന്നെ മോശമില്ലാത്ത ശമ്പളം കിട്ടിയ അനീഷ് കൂട്ടുകാരുടെ മുന്നിൽ ഷൈൻ ചെയ്യാനായി ലോൺ എടുത്തൊരു ഐഫോൺ വാങ്ങി. കോളേജിൽ പഠിച്ചപ്പോൾ കൂട്ടുകാർക്കൊക്കെ ബൈക്ക് ഉണ്ടായിരുന്നു, അനീഷിന് ബൈക്ക് ഉണ്ടായില്ല. അതിന്റെ വിഷമം മാറ്റാൻ ലോൺ എടുത്തൊരു ബൈക്ക് കൂടി അങ്ങ് വാങ്ങിച്ചു. ഈ ചിലവുകൾ ഒന്നും തന്നെ അത്യാവശ്യങ്ങളായിരുന്നില്ല, ഒന്നും തന്നെ അവസരങ്ങളുമായിരുന്നില്ല, എല്ലാം ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ്മെന്റ്സ് മാത്രമായിരുന്നു. അതിനൊക്കെ വേണ്ടി കുറെ ക്രെഡിറ്റ് കാർഡുകൾ കൂടി അനീഷ് എടുത്തു. അങ്ങനെ പോകുമ്പോൾ ഒരു മാസം അനീഷ് ചിലവാക്കിയത് കുറച്ചൊന്നു കൂടിപ്പോയി. ക്രെഡിറ്റ് കാർഡ് ബില്ല് അടക്കാൻ അനീഷിന്റെ കയ്യിൽ ആ മാസം പൈസ തികയാതെ വന്നു. പക്ഷേ അനീഷ് പതറിയില്ല. ഒരു പേഴ്സണൽ ലോൺ കൂടി എടുത്തിട്ട് ആ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടച്ച് ജീവിതം മുന്നിലേക്ക് തന്നെ കൊണ്ടുപോയി. പക്ഷെ അവൻ പോലും അറിയാതെ ലോണുകളുടെ ഭാരം അവന്റെ ജീവിതത്തിൽ കൂടിക്കൊണ്ടേയിരുന്നു. ലോൺ അടക്കാനുള്ളതാണ് ജീവിതം എന്ന് തലയിൽ കയറി അനീഷ് അങ്ങനെ തന്നെ വർഷങ്ങളോളം ജീവിച്ചു കൊണ്ടേയിരുന്നു. ഒന്ന് തെന്നിയാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് അവൻ അറിയാമായിരുന്നു. എങ്കിലും അങ്ങനത്തെ ചിന്തകളെല്ലാം മാറ്റിവെച്ച് അവൻ ജീവിതം ടെൻഷനിലും സ്ട്രെസ്സിലും അങ്ങ് തള്ളി നീക്കി. 2 കഥകളിലൂടെയും വളരെ വ്യത്യസ്തമായ 2 പിക്ചറുകൾ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ലോൺ വില്ലൻ ആകണോ ഹീറോ ആകണോ എന്ന് ശരിക്കും തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ബേസിസിൽ ശരിക്കും ലോൺസിനെ ഗുഡ് ലോൺസ് എന്നും ബാഡ് ലോൺസ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് പില്ലർ ആണ് ലോൺസ് എന്നും നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നമ്മളുടെ ഗോൾസിലേക്ക് സ്പീഡിൽ എത്താൻ സഹായിക്കുന്ന ഒരു ടൂൾ ആണെന്ന് നമ്മൾക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോൺസ് ഏതൊക്കെയാണെന്ന് പഠിക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോൺസ്. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോൺസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെച്ചേ. ഞാൻ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാവരും എഴുതിയിട്ടുണ്ടാവുക കാർ ലോൺ, ഹോം ലോൺ, പേഴ്സണൽ ലോൺ, എഡ്യൂക്കേഷൻ ലോൺ എന്നൊക്കെ ആയിരിക്കും, ശരിയല്ലേ?
കഴിഞ്ഞ പല ക്ലാസ്സുകളിലും പറഞ്ഞതുപോലെ ഇങ്ങനെ സിമ്പിളായി ചിന്തിച്ചാൽ മാത്രം പോരാ. ഈ പേരുകളിൽ നിന്ന് ശരിക്കും ഈ ലോണുകൾ എന്ത് ആവശ്യത്തിനാണെന്നേ പറയുന്നുള്ളൂ. എന്നാൽ അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചും അതിന്റെ സ്വഭാവത്തിനെ പറ്റും ഒന്നും തന്നെ പറയുന്നില്ല. അപ്പൊ ലോണുകളെ ശരിക്കും മനസ്സിലാക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് 5 ലെൻസുകൾ പഠിപ്പിച്ചു തരാം. ഈ 5 ലെൻസുകൾ വെച്ചിട്ട് ലോൺസിനെ നോക്കുമ്പോൾ അതിലെ മെയിൻ ആയ ഡിഫറെന്റ് ടൈപ്സ് നമുക്ക് മനസ്സിലാകും. ആദ്യത്തെ ലെൻസ് പർപ്പസ് ആണ്. അതായത് ഒരു ലോൺ എടുക്കുന്നതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് നമ്മൾക്ക് ഈ ലെൻസിനെ വിളിക്കാം. നമ്മളുടെ ജീവിതത്തിനെ ഏതൊരു ലോണും എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഈ ലെൻസ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ പർപ്പസ് വെച്ച് നോക്കുമ്പോൾ 2 ടൈപ്സ് ഓഫ് ലോൺസ് ആണ് ഉള്ളത്. ആദ്യത്തേത് പ്രൊഡക്റ്റീവ് ലോൺസ്. നമ്മളുടെ വരുമാനത്തെയോ സ്കില്ലിനെയോ സ്ഥിരതയോ ഇംപ്രൂവ് ചെയ്യുന്ന, ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന തരം ലോണുകളെ പ്രൊഡക്റ്റീവ് ലോൺസ് എന്ന് വിളിക്കും. ഇവിടെ ഉദാഹരണത്തിനായി എഡ്യൂക്കേഷൻ ലോൺ, ബിസിനസ് ലോൺ, ചില കേസുകളിൽ ഹോം ലോൺ എന്നിവയൊക്കെ നമുക്ക് എടുക്കാം. ഈ ലോണുകൾ നമ്മളുടെ ഭാവിയെ നന്നാക്കാൻ വേണ്ടി സഹായിക്കുന്നു. രണ്ടാമത്തേത് കൺസംഷൻ ലോൺസ്. നമ്മളുടെ ഇന്നത്തെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നടത്താനായി നമ്മൾ എടുക്കുന്ന ലോണുകളെ കൺസംഷൻ ലോൺസ് എന്ന് വിളിക്കും. മിക്കപ്പോഴും ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യാനും ഷോർട്ട് ടേം ഹാപ്പിനെസിനും ഒക്കെയാണ് ഈ ലോൺ എടുക്കാറ്. ഉദാഹരണങ്ങൾ പറയാനാണെങ്കിൽ ഷോപ്പിങ്ങിനോ യാത്രക്കോ ആയി എടുക്കുന്ന പേഴ്സണൽ ലോൺസ്, കല്യാണങ്ങൾക്ക് എടുക്കുന്ന ലോണുകൾ, ക്രെഡിറ്റ് കാർഡ്, EMI എക്സെട്ര. ഈ ലോണുകൾ നമ്മളെ ഇന്നത്തേക്ക് ഹാപ്പി ആക്കുന്നു, ഭാവിയിലേക്ക് ഒരു രീതിയിലും സഹായിക്കുന്നില്ല. അപ്പൊ പർപ്പസ് വെച്ചുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോൺസ് വ്യക്തമായല്ലോ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ലെൻസിലേക്ക് പോകാം. പർപ്പസ് നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നെങ്കിൽ മുന്നിലേക്കുള്ള ഓരോ ലെൻസും നമ്മൾ ലോൺ തരുന്ന ആളോട് ചോദിച്ച് വ്യക്തമാക്കേണ്ടവയാണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ലെൻസ് കൊളാറ്ററൽ ടൈപ്പ് എന്നുള്ളതാണ്. അതായത് ലോൺ എടുക്കുമ്പോൾ കൊടുക്കുന്ന കൊളാറ്ററൽ, അതായത് ഈഡിന്റെ ബേസിസിലാണ് ഇവിടെ ടൈപ്സ് ഓഫ് ലോൺസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2 തരം ലോണുകളാണ് ഈ ലെൻസിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യത്തേത് സെക്യൂർഡ് ലോൺസ്. ഒരു വസ്തു പണയം വെച്ചിട്ട് എടുക്കുന്ന കടത്തിനെയാണ് സെക്യൂർഡ് ലോൺസ് എന്ന് വിളിക്കുന്നത്. എടുത്ത കടം തിരിച്ചടച്ചില്ല എങ്കിൽ പണയം വെച്ച ആ വസ്തു നിങ്ങളുടെ കയ്യിൽ നിന്ന് ബാങ്ക് ജപ്തി ചെയ്ത് അവർ ലേലം വിളിച്ച് അവരുടെ പൈസ തിരിച്ചു പിടിക്കും. ഉദാഹരണങ്ങൾ കേട്ടാൽ കാര്യങ്ങൾ എന്തായാലും വ്യക്തമാകും. ഹോം ലോൺ, കാർ ലോൺ, ഗോൾഡ് ലോൺ, ഇതെല്ലാം തന്നെ സെക്യൂർഡ് ലോൺസ് ആണ്. ഇവിടെ ഹോമും കാറും ഒക്കെ പണയത്തിലല്ലേ, അതിന്റെ സെക്യൂരിറ്റിയിലല്ലേ ബാങ്ക് ശരിക്കും നമുക്ക് ലോൺ തന്നത്. അതുകൊണ്ട് കടം തിരിച്ചടച്ചില്ല എങ്കിൽ ബാങ്ക് കാറും വീടും ഒക്കെ ജപ്തി ചെയ്ത് കൊണ്ടുപോകും. ഇവിടെ രണ്ടാമത്തേത് അൺസെക്യൂർഡ് ലോൺസ് ആണ്. അതായത് ബാങ്ക് അല്ലെങ്കിൽ നമുക്ക് കടം തരുന്ന സ്ഥാപനം വസ്തു അല്ലെങ്കിൽ ഈട് എടുക്കാതെയാണ് ലോൺ തരുന്നത് എങ്കിൽ അങ്ങനത്തെ ലോൺസിനെയാണ് അൺസെക്യൂർഡ് ലോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അൺസെക്യൂർഡ് ലോൺസിലെ നമ്മുടെ വരുമാനത്തെയും ഇതിനു മുന്നേ തിരിച്ചടച്ച ലോണുകളുടെ ട്രാക്ക് റെക്കോർഡും വെച്ചിട്ടാണ് ഇവിടെ നമുക്ക് ലോണുകൾ കിട്ടുക. ഉദാഹരണങ്ങൾ പറയാനാണെങ്കിൽ പേഴ്സണൽ ലോൺ, ക്രെഡിറ്റ് കാർഡുകൾ, സാലറി അഡ്വാൻസ് ലോണുകളൊക്കെ ഇവിടെ തീർച്ചയായിട്ടും പെടുന്നതാണ്. ലോൺ തരുന്ന സ്ഥാപനത്തിന് ഇവിടെ റിസ്ക് കൂടുതലായതുകൊണ്ട് തന്നെ പൊതുവെ ഈ ലോണുകളുടെ പലിശയും അതായത് അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റും കൂടുതലായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. തിരിച്ചടച്ചില്ല എങ്കിൽ ഒരു ലോൺ കളക്ഷൻ ഏജൻസി നമ്മളെ നന്നായി ബുദ്ധിമുട്ടിക്കാനും ബാങ്ക് കേസ് കൊടുക്കാനും ഒക്കെ സാധ്യതയുണ്ട് എന്ന് കൂടി തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അപ്പോൾ കൊളാറ്ററൽ ടൈപ്പ് വെച്ചിട്ടുള്ള ലോൺ ടൈപ്സ് കൂടി വ്യക്തമായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ലെൻസിലേക്ക് പോകാം. മൂന്നാമത്തെ ലെൻസ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ആണ്. അതായത് തിരിച്ചടവിന്റെ രീതിയാണ് നമ്മൾക്ക് ഇവിടെ ഈ സ്ട്രക്ചർ എന്ന ലെൻസ് പറഞ്ഞു തരുന്നത്. അങ്ങനെ സ്ട്രക്ചർ വെച്ച് നോക്കിയാലും 2 ടൈപ്സ് ഓഫ് ലോൺസ് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തേത് ടേം ലോൺസ്. ഇവിടെ നിങ്ങൾ ഒരു തവണ ലോൺ എടുക്കുന്നു, അത് തിരിച്ച് ഈസി മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ് അല്ലെങ്കിൽ EMI-കളായി നിശ്ചിത വർഷങ്ങൾ തിരിച്ചടക്കണം എന്നായിരിക്കും കരാറ്. നമ്മൾ നോർമലി കണ്ടുവരുന്ന ഹോം ലോൺ, കാർ ലോൺ, എഡ്യൂക്കേഷൻ ലോൺ, പേഴ്സണൽ ലോൺ എല്ലാം തന്നെ ടേം ലോണിന്റെ ഉദാഹരണങ്ങളാണ്. ഇവിടെ തിരിച്ചടവിന്റെ രീതി പ്രെഡിക്റ്റബിൾ ആണ്, സ്റ്റേബിൾ ആണ്. നമ്മൾ നോർമലി ചുറ്റും കാണുന്ന എല്ലാ ലോണുകളും ടേം ലോൺസ് തന്നെയായിരിക്കും. എന്നാലും രണ്ടാമത്തെ ടൈപ്പ് ഇവിടെ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് റിവോൾവിംഗ് ക്രെഡിറ്റ് ആണ്. ഇവിടെ നമ്മൾക്ക് കിട്ടുന്നത് ഒരു ക്രെഡിറ്റ് ലൈൻ ആണ്. കിട്ടുന്ന ഒരു ലിമിറ്റിൽ നിന്ന് നമുക്ക് വായ്പ എടുക്കാം. ആ വായ്പ നമ്മൾ എടുക്കുമ്പോൾ ആ ലിമിറ്റ് കുറയും, പിന്നെ തിരിച്ചടക്കുമ്പോൾ ആ ലിമിറ്റ് വീണ്ടും തിരിച്ചു കൂടും. അങ്ങനെ ഒരു നിശ്ചിത എൻഡ് ഡേറ്റ് ഇല്ലാത്ത, നമ്മൾ ക്ലോസ് ചെയ്യുന്നത് വരെ തുടർന്നു കൊണ്ടിരിക്കുന്ന ലോണുകളെയാണ് റിവോൾവിംഗ് ക്രെഡിറ്റിൽ പെടുത്താൻ പറ്റുക. ഉദാഹരണം പറയാനാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ ഓവർ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ OD അക്കൗണ്ടുകൾ, ഇവയൊക്കെ പൊതുവെ ലൈൻ ഓഫ് ക്രെഡിറ്റ് എന്നും പറയാറുണ്ട്. ഈ സ്ട്രക്ചർ കുറെ അധികം ഫ്ലെക്സിബിലിറ്റി തരും, പക്ഷേ തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെടാനും പെട്ടുപോകാനും സാധ്യത ഈ ഒരു സ്ട്രക്ചറിലുണ്ട്. അപ്പൊ ലോണിന്റെ സ്ട്രക്ചർ വെച്ചിട്ടുള്ള ലോൺ ടൈപ്സ് കൂടി വ്യക്തമായല്ലോ. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ലെൻസിലേക്ക് നമുക്ക് പോകാം. നാലാമത്തെ ലെൻസ് ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷൻ ആണ്. 2 തരം രീതിയിൽ പലിശയെ ബാങ്കുകൾ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന്റെ ബേസിസിൽ 2 ടൈപ്സ് ഓഫ് ലോൺസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്നാമത്തേത് റെഡ്യൂസിംഗ് ബാലൻസ് ലോൺസ് അല്ലെങ്കിൽ ഡിമിനിഷിംഗ് ലോൺസ് എന്നും പറയും. പേര് കേട്ട് പേടിക്കണ്ട, ഇന്ന് ഏറ്റവും കോമൺ ആയ രീതി ഇത് തന്നെയാണ്. ഇവിടെ ഓരോ മാസവും കണക്കാക്കുന്ന പലിശ നമ്മൾ
ഇനി എത്ര ലോൺ തിരിച്ചടക്കാനുണ്ട് എന്നുള്ളതിനനുസരിച്ചായിരിക്കും കണക്കാക്കുക. അതിനെ പ്രാക്ടിക്കലിലേക്ക് കൊണ്ടുവരാനാണ് എങ്കിൽ നമ്മൾ ലോൺ അടച്ചടച്ച് പോകും തോറും പലിശയുടെ ഘടകവും കുറഞ്ഞുകൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കുക, EMI കുറയുമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഓരോ മാസം കഴിയും തോറും നമ്മൾ കുറച്ച് പലിശയും കൂടുതൽ മുതലുമായിരിക്കും തിരിച്ചടച്ചു പോകുന്നത്. ഇത് തന്നെയാണ് ബാങ്കുകൾ ഇന്ന് ഓഫർ ചെയ്യുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള രീതി. ഹോം ലോണുകളും കാർ ലോണുകളും എഡ്യൂക്കേഷൻ ലോണുകളും ഒക്കെ ഇന്ന് റെഡ്യൂസിംഗ് ബാലൻസ് ലോൺസ് ആണ്. ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ടുള്ള രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ലോൺ ആണ് ഫ്ലാറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ലോൺസ്. ഇവിടെ എല്ലാ മാസവും ഒരേ പലിശയാണ് ഈടാക്കുക. തുടക്കം മുതൽ അവസാനം വരെ ആദ്യത്തെ മുഴുവൻ കടമെടുത്ത തുകയുടെ പുറത്ത് പലിശ കണക്കാക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പൈസ ഇവിടെ ടോട്ടൽ പലിശയായി, ടോട്ടൽ ഇൻട്രസ്റ്റ് പെയ്ഡ് ആയി നമ്മൾ കൊടുക്കേണ്ടി വരും. ഇവിടെ പലപ്പോഴും പലിശയുടെ ശതമാനം ഒറ്റ നോട്ടത്തിൽ കുറവാണെങ്കിലും അതൊരു കെണിയാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് 8.5% ഫിക്സ്ഡ് റേറ്റ് ലോണും 14% ഡിമിനിഷിംഗ് ലോണും അവസാനം ചെന്നെത്തുന്നത് ഒരേ ടോട്ടൽ ഇൻട്രസ്റ്റ് റേറ്റിലേക്കാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് കേട്ട് പലരും ചാടിക്കേറി ഫിക്സ്ഡ് റേറ്റ് ലോണുകൾ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും സൂക്ഷിക്കുക. അപ്പൊ ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷൻ വെച്ചിട്ടുള്ള ലോൺ ടൈപ്സ് കൂടി വ്യക്തമായല്ലോ. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ലെൻസിലേക്ക് പോകാം. അഞ്ചാമത്തെ ലെൻസ് ഇൻട്രസ്റ്റിന്റെ സ്വഭാവമാണ്. ചില ലോണുകളുടെ പലിശ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും, എന്നാൽ ചിലതിൻ്റെത് ഫിക്സ്ഡ് ആയിരിക്കും. അപ്പൊ ഇതുകൂടി പഠിച്ചാൽ നമ്മൾക്ക് ഒരു ലോണിനെ മുഴുവനായി വിലയിരുത്താനാകും. അപ്പോ ഇൻട്രസ്റ്റിന്റെ സ്വഭാവം വെച്ചും രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോൺസ് ആണുള്ളത്. ആദ്യത്തേത് ഫിക്സ്ഡ് റേറ്റ് ലോൺസ്. നമ്മളുടെ പലിശ നിരക്ക് ലോൺ എടുക്കുന്നത് മുതൽ അടച്ചു തീർക്കുന്നത് വരെ സെയിം തന്നെയായിരിക്കും, ഒരിക്കലും ചേഞ്ച് ആകില്ല. EMI എപ്പോഴും പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഒരേ നിരക്കിൽ അടച്ചു പോയിക്കൊണ്ടിരിക്കാം. മിക്ക പേഴ്സണൽ ലോണുകളും കാർ ലോണുകളും ഒക്കെ ഈ ടൈപ്പ് ഓഫ് ലോൺ ആണ്. ഇവിടെ രണ്ടാമത്തേത് ഫ്ലോട്ടിംഗ് റേറ്റ് അല്ലെങ്കിൽ വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റ് ലോൺസ് ആണ്. ഇവിടെ RBI അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ലോണിന്റെ പലിശയും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. റേറ്റ് മാറുന്നതിനനുസരിച്ച് നമ്മളുടെ EMI അല്ലെങ്കിൽ ലോൺ തിരിച്ചടക്കേണ്ട കാലാവധി അതായത് ടെന്യൂർ ബാങ്കുകൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പൊതുവെ വലിയ കാലാവധിയുള്ള ലോണുകളായ ഹോം ലോണിനും എഡ്യൂക്കേഷൻ ലോണിനും ഈ ഒരു ടൈപ്പാണ് കണ്ടുവരാറ്. അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ പറഞ്ഞതുപോലെ പലപ്പോഴും നീണ്ട കാലാവധിയുള്ള എല്ലാ ലോണുകളിലും ഇത് മാത്രമായിരിക്കും ഓപ്ഷൻ. ഓക്കെ, അപ്പോ ഇൻട്രസ്റ്റിന്റെ സ്വഭാവം വെച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ലോൺസ് കൂടി പഠിച്ച സ്ഥിതിക്ക് എല്ലാ ടൈപ്സ് ഓഫ് ലോൺസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇതാ ഒരു ടേബിൾ വെച്ച് ഇന്ന് മാർക്കറ്റിലുള്ള പല ലോണുകളെയും ഈ ലെൻസുകൾ വെച്ചിട്ട് ഒരുമിച്ചൊന്ന് നോക്കാം. ദാ ഇങ്ങനെയാണ് ആ ടേബിൾ വരിക. ഇതൊന്ന് പോസ് ചെയ്ത് വ്യക്തമായി വായിച്ച് നന്നായി പഠിച്ചോളൂ. കാരണം ഇത് വ്യക്തമായി മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് ലോൺസിൽ എന്തായാലും ഒരു ഡൗട്ടും ബാക്കി കാണില്ല. ഇങ്ങനെ ഓരോ ലോണിനെയും വിശദമായി മനസ്സിലാക്കാൻ നിങ്ങൾ തുടങ്ങിയാൽ തീർച്ചയായിട്ടും മോശം ലോൺസ് എടുക്കാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും എത്തും. അപ്പൊ ലോണുകളുടെ ഡിഫറെന്റ് ടൈപ്സ് വിശദമായി തന്നെ പഠിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് ലോൺസിനെ പറ്റി എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. മസ്റ്റ് നോ തിങ്സ് അബൌട്ട് ലോൺസ്. ഒന്ന്, ലോണിന്റെ ടെന്യൂറിനും അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റിനും EMIയിലും ടോട്ടൽ ഇൻട്രസ്റ്റ് പെയ്ഡിലുമുള്ള ഇമ്പാക്ട് നമ്മൾ മനസ്സിലാക്കണം. ദാ ഒരു 10 ലക്ഷം രൂപയുടെ ലോണ് ഈ EMI കാൽക്കുലേറ്ററിൽ ഇട്ട് ഒന്ന് കളിച്ചു നോക്കിയേ. ഇൻട്രസ്റ്റ് റേറ്റ് അനക്കിയാലും ടെന്യൂർ ഒരു 10, 15, 20 വർഷമൊക്കെ ആക്കി നോക്കിയാലും നിങ്ങളുടെ EMIയിലും തിരിച്ചടക്കേണ്ട ടോട്ടൽ ഇൻട്രസ്റ്റ് എമൗണ്ടിലും വലിയ വ്യത്യാസങ്ങളാണ് വരുന്നത്. അതായത് മനസ്സിലാക്കേണ്ടത് ടെന്യൂർ കൂട്ടിവെച്ചാൽ EMI കുറവായിരിക്കും, പക്ഷേ ടോട്ടൽ ഇൻട്രസ്റ്റ് പെയ്ഡ് അത് കൂടുതലായിരിക്കും. അതേസമയം ടെന്യൂർ കുറച്ച് വെച്ചാൽ EMI കൂടും, പക്ഷേ ടോട്ടൽ ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ കുറയും. ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഇമ്പാക്ട് പിന്നെ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എത്ര കുറഞ്ഞിരിക്കുന്നോ അത്രയും EMI തീർച്ചയായിട്ടും കുറയും. അപ്പൊ ഇത് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ ഒരു 10 ലക്ഷത്തിന്റെ ലോണ് 10% പലിശയിൽ എടുക്കുകയാണെങ്കിൽ അത് 5 വർഷത്തിൽ തിരിച്ചടക്കുമ്പോൾ 2.25 ലക്ഷം രൂപയാണ് പലിശ വരുന്നത്. ടോട്ടൽ പലിശ ഈ മുഴുവൻ ടെന്യൂറിൽ നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ ഇതേ ലോൺ 10 വർഷത്തിൽ തിരിച്ചടക്കുമ്പോൾ പലിശ 5,85,000 രൂപയായി. ഇനി 20 വർഷത്തിലേക്കാണ് ലോൺ എടുക്കുന്നതെങ്കിൽ ലോൺ എമൗണ്ടിനേക്കാൾ കൂടുതൽ പലിശയായി കൊടുക്കേണ്ടി വരും. അതായത് 12.6 ലക്ഷം രൂപ പലിശ. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓരോ കേസിലും ടെന്യൂർ കൂട്ടിയപ്പോൾ EMI കുറഞ്ഞു വന്നിട്ടുമുണ്ട്. അപ്പൊ ഇതാണ് പോയിന്റ് 1 നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ മസ്റ്റ് നോ പോയിന്റിലേക്ക് പോകാം. 2, നമ്മൾ EMI എന്ന സംഭവത്തെ ഒന്ന് കീറി മുറിച്ച് മനസ്സിലാക്കണം. അതായത് ഓരോ EMIയിലും 2 ഘടകങ്ങളുണ്ട്. ഒന്ന് മുതൽ അല്ലെങ്കിൽ പ്രിൻസിപ്പളിന്റെ ഭാഗവും 2 പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിന്റെ ഭാഗവും. നമ്മളുടെ വളരെ കോമൺ ആയിട്ടുള്ള റെഡ്യൂസിങ് ഇൻട്രസ്റ്റ് റേറ്റ് ലോണുകളിൽ പലരും കാണാതെ പോകുന്ന ഒരു കാര്യം ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഒരു ലോൺ എടുത്ത് തിരിച്ചടക്കുന്ന ആദ്യ നാളുകളിൽ EMIയുടെ ഭൂരിഭാഗവും
പലിശ അടക്കാനാണ് പോകുന്നത്, അല്ലാതെ മുതലിലേക്കല്ല. ഈ ലോണിന്റെ റീപേയ്മെന്റ് ചാർട്ട് ഞാൻ ഇവിടെ തുറന്നു കാണിച്ചു തരാം. 10 ലക്ഷം രൂപ 5 വർഷത്തേക്ക് 13% പലിശയിൽ എടുത്തിട്ടുള്ള ഒരു ലോണാണിത്. ഇതിന്റെ റീപേയ്മെന്റ് ചാർട്ട് നോക്കുമ്പോൾ കാണാം, ആദ്യ മാസമൊക്കെയുള്ള 22,700 രൂപ EMI വെറും 11,920 രൂപ മാത്രമാണ് മുതലിലേക്ക് പോകുന്നത്. ബാക്കി മുഴുവൻ പലിശ അടക്കാനാണ് പോകുന്നത്. പിന്നീട് ഓരോ മാസം കഴിയുമ്പോഴും കൂടുതൽ എമൗണ്ട് മുതലിലേക്ക് അടഞ്ഞു പോകാൻ തുടങ്ങും, ബാക്കി മാത്രമാണ് പലിശയിലേക്ക് പോകുള്ളൂ. ഇതുകൊണ്ട് തന്നെയാണ് ലോണുകൾ എപ്പോഴും ആദ്യ നാളുകളിൽ എത്ര അടച്ചിട്ടും അനങ്ങുന്നില്ലല്ലോ എന്ന് പലർക്കും തോന്നാറുള്ളത്. അപ്പോൾ ലോണിന്റെ ഈ ഒരു സ്വഭാവത്തെ മനസ്സിലാക്കല് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇനി ലോണിനെ പറ്റി അറിയേണ്ട മൂന്നാമത്തെ സംഭവത്തിലേക്ക് പോകാം. അത് മാർക്കറ്റ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് ഈ അടുത്ത് നിങ്ങൾ ലോൺ എടുക്കാനായിട്ട് പോകുന്നവരാണ് എങ്കിൽ ഇന്ന് മാർക്കറ്റിൽ നിലനിൽക്കുന്ന പലിശ നിരക്കുകൾ പെട്ടെന്നൊന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഇന്നാണെങ്കിൽ ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഇനി ഇത് നിങ്ങൾ കാണുന്നത് 3, 5, 10 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്പോഴുള്ള മാർക്കറ്റ് സ്റ്റാൻഡേർഡ്സ് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കുക. ഹോം ലോണിന് ഇന്ന് നിലനിൽക്കുന്ന ഒരു മാർക്കറ്റ് സ്റ്റാൻഡേർഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 8 മുതൽ 10%. കാർ ലോൺ 9 മുതൽ 14%, പേഴ്സണൽ ലോൺ 10 മുതൽ 24% വരെ, ക്രെഡിറ്റ് കാർഡ് സമയത്തിന് തിരിച്ചടച്ചില്ല എങ്കിൽ 30 മുതൽ 45% വരെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായേക്കാം. ഇവിടെ ഒരു കാര്യമുണ്ട്, ബാങ്കുകൾ RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ റെപ്പോ റേറ്റ് അനുസരിച്ച് ഈ നിരക്കുകൾ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ലോൺ എടുക്കുന്ന സമയത്ത് നല്ലോണം ഓൺലൈൻ റിസർച്ച് ചെയ്ത് മാർക്കറ്റ് സ്റ്റാൻഡേർഡ്സ് വ്യക്തമായതിനു ശേഷം മാത്രമേ നിങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട നാലാമത്തെ സംഭവത്തിലേക്ക് വരാം. അത് ക്രെഡിറ്റ് സ്കോർ ആണ്. നമ്മളിത് നമ്മുടെ ഫൈനാൻഷ്യൽ ടൂൾസ് സെറ്റപ്പ് ചെയ്ത ക്ലാസ്സിൽ പഠിച്ചതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ക്രെഡിറ്റ് സ്കോർ എന്നത് എത്ര നല്ല രീതിയിൽ ലോൺ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്കോറാണ്. നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ടൂൾ സെറ്റപ്പിൽ നമ്മൾ പഠിച്ചതുപോലെ ഭേദപ്പെട്ട ഇൻട്രസ്റ്റ് റേറ്റിൽ ലോണുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. ക്രെഡിറ്റ് സ്കോറും നമ്മുടെ വരുമാനവും അനുസരിച്ചാണ് ലോണിന്റെ അപ്രൂവൽ സാധ്യതകൾ പോലും കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ക്രെഡിറ്റ് സ്കോറിനെ പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട അഞ്ചാമത്തെ സംഭവം നമുക്ക് കേൾക്കാം. അത് കടക്കെണി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഡെറ്റ് ട്രാപ്പ് എന്ന കോൺസെപ്റ്റ്. അതായത് ലോണുകൾ അടച്ചു തീർക്കാൻ വീണ്ടും വീണ്ടും വേറെ ലോണുകൾ എടുക്കേണ്ടി വരുന്ന ഒരു ഭീകരമായ അവസ്ഥയാണ് ഡെറ്റ് ട്രാപ്പ് അല്ലെങ്കിൽ കടക്കെണി എന്ന് പറയുന്നത്. പലപ്പോഴും ഒരു ലോണൊക്കെ എടുത്താണ് പലരും തുടങ്ങാറ്. പക്ഷെ ബാഡ് ലോൺസ് അത് മൈൻഡ്ലെസ്ലി എടുത്തു വരുമ്പോൾ പലരും അറിയാതെ ഡെറ്റ് ട്രാപ്പിൽ പെട്ടുപോകുന്നു. ഇതിലും മോശമായ ഒരു ഫൈനാൻഷ്യൽ അവസ്ഥ ജീവിതത്തിൽ വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അതുകൊണ്ട് ലോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന എല്ലാവരും ഇത് വ്യക്തമായി മനസ്സിലാക്കണം. അപ്പോൾ ലോൺസിനെ പറ്റിയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ ഈ കാര്യങ്ങൾ കൂടി പഠിച്ച സ്ഥിതിക്ക് ലോൺസിന്റെ ബേസിക്സിനെ പറ്റി പഠിക്കുന്ന ഈ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. അതിശക്തമായി തന്നെ നിങ്ങൾക്ക് ലോൺസിന്റെ ബേസിക്സിനെ പറ്റി എല്ലാം തന്നെ വിശദമായി മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഉടനെ തന്നെ നമ്മൾ എല്ലാ ക്ലാസ്സുകളുടെയും അവസാനം ചെയ്യുന്നത് പോലെ ചെക്ക് ലിസ്റ്റ് പെട്ടെന്നൊന്ന് നോക്കാം. ഏറ്റവും ആദ്യം നോളജ്. കടം അല്ലെങ്കിൽ ലോൺസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നും അതിന്റെ ടൈപ്സും അതിന് നമ്മുടെ ജീവിതത്തിലുള്ള എഫക്റ്റും ഇമ്പാക്റ്റും ഇമ്പോർട്ടൻസും എല്ലാം നമ്മൾ പഠിച്ചു. രണ്ടാമത് നോക്കേണ്ടത് കോമൺ മിസ്റ്റേക്സ് ആണ്. ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യാൻ മൈൻഡ്ലെസ്ലി കടമെടുക്കുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ലോകത്ത് ലോൺസ് വളരെ എളുപ്പത്തിൽ അവൈലബിൾ ആയതുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ പലരും അതൊക്കെ എടുത്ത് കയ്യിലില്ലാത്ത പൈസ ചിലവാക്കി ജീവിക്കുന്നതും ഒരു വലിയ പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. 3 നമുക്ക് സ്മാർട്ട് ഹാബിറ്റ്സ് നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത്യാവശ്യമല്ലാത്ത ചിലവുകൾക്ക് ലോൺ എടുക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ട് എങ്കിൽ, അതായത് ട്രിപ്പ് പോകാനോ ഫോൺ വാങ്ങാനോ അങ്ങനെ എന്ത് തന്നെ ചിന്തിക്കുമ്പോഴും ലോൺ എടുക്കാമല്ലോ എന്ന ചിന്ത വരുന്ന ആ ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ശീലം മാറ്റുക എന്ന ശീലമാണ് ഇവിടെ സ്മാർട്ട് ഹാബിറ്റ്സിൽ നമുക്ക് വേണ്ടത്. എന്ത് വാങ്ങണമെങ്കിലും EMI ഉണ്ടല്ലോ എന്നുള്ളൊരു തോട്ട് ഒരിക്കലും മനസ്സിൽ വരാൻ പാടില്ല. 4, ഈ ക്ലാസിന്റെ അസൈൻമെന്റ് കൂടി തന്നിട്ട് നമുക്ക് ഈ ക്ലാസ് നിർത്താം. ഇന്ന് ലോണുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഉള്ള എല്ലാ ലോണിന്റെയും ഒരു അനാലിസിസ് നിങ്ങൾ നടത്തുക. ഓരോ ലോണിനെയും നമ്മൾ പഠിച്ച 5 ലെൻസുകളെയും വെച്ച് വിലയിരുത്തി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇന്ന് അത്ര മാത്രമേ ഉള്ളൂ. അധികം അസൈൻമെന്റുകൾ ഒന്നുമില്ല. വലിയ അസൈൻമെന്റ്, അതായത് വളരെ വലിയൊരു അസൈൻമെന്റ് അടുത്ത ക്ലാസ്സിൽ ലോണിനെ പറ്റി വിശദമായി പഠിക്കുമ്പോൾ ഞാൻ തരാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ക്ലാസ് ഇത്ര മാത്രമേ ഉള്ളൂ. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്ത് തന്നെ ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. മാക്സിമം എല്ലാവരിലേക്കും ഈ ഒരു ക്ലാസ്സും ഈ ഒരു സീരീസും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത ക്ലാസ് വരുന്ന ശനിയാഴ്ച ഇറങ്ങും. അപ്പോഴേക്കും എല്ലാവരും ഈ വിഷയം ഫുൾ പഠിച്ച് നോട്ട്സ് എഴുതി അസൈൻമെന്റ് ഒക്കെ ചെയ്ത് റെഡി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിശക്തം.